ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് ആൻഡ് മീ. ഇന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ 5:30യുടെ ട്രെയിനാണ് ഞങ്ങൾ വടകരയിൽ നിന്ന് മൂകാംബികയിലേക്കുള്ള ട്രെയിനിലേക്ക് കയറിയത്. ബൈന്ദൂരിലെത്തുമ്പോൾ 1:30 മണിയായിട്ടുണ്ടായിരുന്നു. ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തത്കാലം എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങളൊരു 3 മണിയാകുമ്പോഴേക്ക് റൂമിലെത്തി. റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയിട്ട് 4 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. നല്ല തിരക്ക് പ്രതീക്ഷിച്ചും കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. എത്തുമ്പോൾ ക്ഷേത്രത്തിൽ തീരെ തിരക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ സാധിച്ചു. 2 പ്രാവശ്യം ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു. പിന്നെ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു. ഇത് മൂകാംബിക ക്ഷേത്രത്തിന് പുറത്തുള്ള ഗണപതി ക്ഷേത്രമാണ്. അവിടെ ഞങ്ങൾ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പുറത്തു പോയി ഒരു ചായ ഒക്കെ കഴിച്ചു. വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് ഇരുന്നു. പിന്നെ സന്ധ്യ ആവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. സന്ധ്യ ആവാനാവുമ്പോഴേക്കും തിരക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ രാവിലെ തൊഴുതു പോയവരൊക്കെ സന്ധ്യയാകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല തിരക്കായിരുന്നു എന്നറിയാൻ പറ്റിയത്. ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സരസ്വതി മണ്ഡപത്തിൽ എല്ലാവരും ദീപാരാധന തൊഴാനായിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ എല്ലാവരും വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. സമയം സന്ധ്യയോടെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ദീപാരാധനയുടെ സമയമാകുമ്പോഴേക്കും ദീപസ്തംഭത്തിൽ തിരിയൊക്കെ വെച്ച് കത്തിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിനുശേഷം ദീപസ്തംഭത്തിലേക്ക് തിരി കത്തിച്ച് തുടങ്ങി. എല്ലാവരും അത് കാണാനായിട്ട് ചുറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഭക്തജനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കൂടെ ഇരുന്നു അതൊക്കെ കാണാനായിട്ടിരുന്നു. അപ്പോഴാണ് ഉള്ളിലേക്ക് നല്ല ക്യൂ ആയി. ദീപാരാധന കാണാനായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നവരൊക്കെ പറഞ്ഞു ഇപ്പം രഥം എഴുന്നള്ളത്തുണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളും അവിടെ തന്നെ അത് കാണാനായിട്ട് കാത്തിരുന്നു. ദീപസ്തംഭം കത്തിച്ച് കഴിയാനായി താഴെ എത്തി. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഉയരം വരെ ഉള്ളതാണ്. ഒരുപാട് തട്ടുകളിലായിട്ടുള്ള ദീപമായതുകൊണ്ട് അതിൻ്റെ വെളിച്ചം ക്ഷേത്രമുറ്റം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ്. കത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ നല്ല തിരക്കുമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രഥം എഴുന്നള്ളത്ത് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ അവിടെ ഇരുന്ന് കാണുകയാണ്. കൂടാതെ ദീപാരാധനയ്ക്കായിട്ട് അപ്പുറത്തെ സൈഡിൽ നല്ല ക്യൂ ഉണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പോൾ ഞങ്ങൾ ദീപാരാധനയ്ക്ക് കയറിയിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ രഥം എഴുന്നള്ളത്ത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ദീപാരാധന തൊഴാൻ അതിന് മുന്നേ 2 പ്രാവശ്യം തൊഴുതുകൊണ്ട് ദീപാരാധന തൊഴാൻ കയറിയില്ല. അപ്പോൾ രഥം എഴുന്നള്ളത്ത് കാണാനായി കാത്തിരിക്കുകയാണ്. രഥം എഴുന്നള്ളത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെണ്ടമേളമൊക്കെ തുടങ്ങി. അപ്പോൾ അത് എഴുന്നള്ളത്ത് നമുക്ക് കാണാം. Saido. Rata. Side up.
രഥം എഴുന്നള്ളത്തിനു ശേഷം ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. അമ്മേ നാരായണ. താങ്ക് യു ഫോർ വാച്ചിങ്.